നമ്മൾ അയൺ ഓക്സിഡൈസിങ് ബാക്ടീരിയയുടെ വിസർജ്യം കാണിച്ച വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു നമ്മൾ ഈ സാധനം വയലിലും നമ്മളെ വീട്ടിലെ കുളത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു ബാക്ടീരിയൽ ആക്ടിവിറ്റി ആയിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതുപോലുള്ള ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് നമ്മുടെ നേച്ചറിൽ വളരെ കോമൺ ആണ്, പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഞാൻ ഇന്ന് മറ്റൊരു ബാക്ടീരിയൽ ആക്ടിവിറ്റി കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങളും അത് ഒരുപാട് തവണ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും സംസാരിക്കാം. കണ്ടു കഴിഞ്ഞാൽ സോപ്പ് പത പോലെ തന്നെ തോന്നിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങൾ ജലാശയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടുകാലത്ത് ഞങ്ങൾ പുഴയിൽ ഇത് കാണുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, മേലെ നിന്ന് ആരോ അലക്കിയിട്ട് വരുന്ന സോപ്പ് പതയാണ് ഇതൊക്കെയെന്ന്. പക്ഷേ സത്യത്തിൽ ഇതൊന്നും സോപ്പ് പതയോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുവോ അല്ല. പ്രധാനമായും വേനൽക്കാലത്താണ് ഞങ്ങളുടെ പുഴയിൽ ഈ സാധനം കണ്ടുവരാറുള്ളത്. വേനൽക്കാലത്ത് പുഴയുടെ ഒഴുക്ക് നിൽക്കുന്ന സമയത്ത് പുഴയിൽ വന്നടിയുന്ന ഓർഗാനിക് മാറ്റർ ബാക്ടീരിയകൾ വിഘടിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന പത. പലപ്പോഴും നമുക്ക് പലതരം പാറ്റേണുകളിൽ ഇവ കാണാവുന്നതാണ്. അത് പുഴയുടെ ഒഴുക്കും അതേപോലെ തന്നെ കാറ്റിന്റെ ശക്തിയും കാരണമാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ മീഥേൻ തുടങ്ങിയ വാതകങ്ങളാണ് ഈ ബബിളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. കുറെ പേര് ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു, നമ്മൾ ഈ സാധനം കാണുവാണെങ്കിൽ ആ വെള്ളം നമുക്ക് കുടിക്കാവോ എന്നുള്ള കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ അയൺ ഓക്സിഡൈസിങ് ബാക്ടീരിയ അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്ടീരിയ നമുക്ക് മനുഷ്യന്മാർക്ക് ഹാനികരമായിട്ടുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് നമ്മൾ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ബാക്ടീരിയ കോളനിയായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ബാക്ടീരിയ കഴിക്കുന്ന പ്രിഡേറ്റേഴ്സും വരും. അത്തരത്തിൽ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ് ഈ അമീബ എന്ന് പറയുന്നത്. അമീബ കാരണം നാട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാനായിട്ട് പറയേണ്ടതില്ലല്ലോ, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് വാർത്തകളിലൊക്കെ. അതുകൊണ്ട് ഇത് കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കര മോശമായിരിക്കും ഹെൽത്തിന്.